എന്നു മുതലാണ് അമ്മായിയമ്മമാർക്ക് മരുമകളെ ഇഷ്ടമല്ലാതാവുന്നത്? ലവ് മാരേജ് പോട്ടെ, ഓക്കെ, അവർക്ക് ഇഷ്ടമല്ലാത്തൊരു കല്യാണം കഴിച്ചു, അതുകൊണ്ട് ഇഷ്ടമല്ല, ഓക്കെ, അതൊന്നും ഒരു കാരണമായിട്ട് എടുക്കേണ്ട കാര്യമേ ഇല്ല. എന്നാലും പോട്ടെ, മക്കളെ അറേഞ്ച്ഡ് മാരേജ് ചെയ്യിപ്പിച്ചിട്ടുള്ള തള്ളമാരുടെ കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്താണ് ഇവരുടെ കുഴപ്പം? പെണ്ണ് കണ്ടപ്പോൾ കുഴപ്പമുണ്ടോ? ഇല്ല. കല്യാണം ഉറപ്പിച്ചപ്പോൾ കുഴപ്പമുണ്ടോ? ഇല്ല. കല്യാണം കഴിഞ്ഞപ്പോൾ കുഴപ്പമുണ്ടോ? അതുമില്ല. പിന്നെ എന്നു മുതലാണ് ഇതൊക്കെ കുഴപ്പങ്ങളായിട്ട് മാറുന്നത്? അതായത് ഇവരുടെ മകനും അവൻ്റെ ഭാര്യയും കൂടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നത് കാണുമ്പോഴാണ് ഇതെല്ലാം കുഴപ്പമായിട്ട് മാറുന്നത്. വളരെ കാലമായിട്ട് വലിയ മാറ്റമൊന്നും ഇല്ലാതെ തന്നെ തുടർന്ന് വരുന്ന ഒരു സമ്പ്രദായമാണിത്. മുന്നേ പറഞ്ഞ പോലെ തന്നെ പ്രണയം എപ്പോഴും ഒരു പ്രശ്നമാണ്. അതായത് കല്യാണം കഴിച്ച് സ്വന്തം ഭാര്യയെ പ്രണയിച്ചാൽ പോലും അതിവിടെ പ്രശ്നമാണ്. ഇവരുടെയൊക്കെ മാനസിക വളർച്ച എത്രത്തോളം മോശമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഭർത്താവിന്റെ വീട്ടുകാർ ഇവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എൻ്റെ മകൻ കെട്ടിയ പെണ്ണ് സമാധാനമായിട്ട് ജീവിക്കേണ്ട, അത് ഞാൻ സമ്മതിക്കില്ല എന്ന് വിചാരിക്കുന്നതിന്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഞാൻ അനുഭവിച്ച ട്രോമ മറ്റൊരാളും അനുഭവിക്കരുത് എന്ന് വിചാരിക്കാൻ ഇവർക്ക് പറ്റാത്ത എന്താണ്? ഈ ആൺമക്കളും പെൺമക്കളും ഉള്ള തള്ളമാരെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ വെറുതെയാണ്. സ്വന്തം മകള് കെട്ടിപ്പോയി ഹാപ്പി ആയിട്ട് ജീവിക്കണം, പക്ഷെ ഇവിടെ വന്നു കയറുന്ന മരുമകൾ അത്ര ഹാപ്പി ആയിട്ടൊന്നും ജീവിക്കണ്ട. നിങ്ങളുടെയൊക്കെ ആയുസ് എത്താറായില്ലേ? ഒരാൾക്ക് നല്ലതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ? ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. കിട്ടിയവരെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചൂടെ?